വ്യൂസ് കൂടാനായിട്ടുള്ള പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ എന്റെ പൊന്നു മക്കളെ, നിങ്ങളോട് ഒരു കാര്യം തീർത്തും ഞാൻ പറയാം. ഇത്തരത്തിലുള്ള ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനും പാടില്ല. അത്തരത്തിലുള്ള സംഭവങ്ങളിലോട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യാനും പാടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് കിട്ടൂല. അത് പാടെ മറന്നേക്കുക. നല്ല മഴയാണല്ലേ ഗൈസ്, ഒരു രക്ഷയില്ല. നല്ല തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. 16 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു സാഹചര്യം വരുന്നു എന്നാണ് പറയുന്നത്. മെയ് മാസം തന്നെ ഇത്ര തകർപ്പനായിട്ടുള്ളൊരു മഴ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ മഴയെപ്പറ്റി പറയാനല്ല വന്നത്, ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. വ്യൂസ് കൂടാനുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ്. വ്യൂസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1 മില്യൺ വ്യൂ അല്ലെങ്കിൽ 2 മില്യൺ വ്യൂ എന്താണല്ലേ. ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം പല രീതിക്കുള്ള പ്രലോഭനങ്ങൾ നമുക്കുണ്ടാവാം. നമ്മളിപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ചാനൽ നമ്മൾ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമായിരിക്കണം നിങ്ങളൊരു ചാനൽ തുടങ്ങേണ്ടത്. എന്ന് വെച്ചാൽ നല്ല രീതിക്കുള്ള താല്പര്യം നിങ്ങൾക്ക് വേണം. അതിപ്പോൾ ഏത് വിഷയത്തിലായിക്കോട്ടെ, യൂട്യൂബിൽ ഏത് ചാനലായിക്കോട്ടെ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നത്, ആ ഒരു വിഷയത്തിലോട്ടും അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള മാത്രം അല്ലെങ്കിൽ നിങ്ങളുടെ മാത്രം ഒരു ആഗ്രഹപ്രകാരം മാത്രമേ നിങ്ങൾ യൂട്യൂബിൽ വരാൻ പാടുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെയോ പ്രേരണയിലാണ് നിങ്ങളൊരു ചാനൽ തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾ വിചാരിച്ച രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരിക്കലും പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ കാര്യം, അതായത് ലോങ് വീഡിയോയുടെയും ഷോർട്ട് വീഡിയോയുടെയും കാര്യം വരുമ്പോൾ, ഈ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ലോങ് വീഡിയോകൾക്ക് വ്യൂസ് വളരെ കുറവായിട്ട് നിങ്ങൾക്ക് കാണാം. നിങ്ങളിപ്പോൾ യൂട്യൂബ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ലോങ് വീഡിയോയും അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോയും പരിശോധിച്ച് കഴിഞ്ഞാൽ ലോങ് വീഡിയോസിന് താരതമ്യേന വ്യൂസ് കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാം. എന്നാൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. വ്യൂസ് കൂട്ടാനുള്ള വഴിയാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. അതായത് നിങ്ങൾക്ക് സമയം വളരെ ചുരുക്കമുള്ള സമയത്ത് നിങ്ങൾ ഷോർട്ട് വീഡിയോകൾ കണ്ടിന്യൂസ്ലി അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അപ്ലോഡിങ് ഒരിക്കലും മുടങ്ങാൻ വേണ്ടി പാടില്ല. നിങ്ങൾക്കിപ്പോൾ ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഒരുപാട് സമയം വേണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ ഷോർട്ട് വീഡിയോ കണ്ടിന്യൂ ആയിട്ട് പോസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഷോർട്ട് വീഡിയോ നമുക്ക് നിർമ്മിക്കാൻ വളരെ ചെറിയ സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ എന്താവുമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ചാനൽ അത്യാവശ്യം കയറിപ്പോകും. നിങ്ങൾ ഷോർട്ട് വീഡിയോസിൻ്റെ വ്യൂസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഷോർട്ട് വീഡിയോസിൻ്റെ വ്യൂസ് എന്ന് പറഞ്ഞാൽ ലോങ്ങിനേക്കാളും നല്ല രീതിക്ക് കയറിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ തുടരെ ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുക. നല്ല രീതിക്കുള്ള ഷോർട്ട് വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. അതിലൂടെ നിങ്ങളുടെ ചാനൽ റീച്ചായി വരുംതോറും നിങ്ങളിടുന്ന ലോങ് വീഡിയോക്കും ഒരുപാട് വ്യൂസ് കയറാനുള്ള ചാൻസ് ഉണ്ട്. ലോങ് വീഡിയോസ് നമ്മൾ ഇടുന്ന സമയം എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ചാനലിൻ്റെ വാച്ച് ടൈം നല്ല രീതിക്ക് കൂടാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ യൂട്യൂബിൻ്റെ റൂൾസൊക്കെ അറിയാം. നമ്മളിപ്പോൾ യൂട്യൂബ് പറയുന്ന ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ 1K സബ്സ്ക്രൈബേഴ്സ്, അതുപോലെ തന്നെ 4000 വാച്ച് ടൈം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ലോങ് വീഡിയോനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല രീതിക്കുള്ള വാച്ച് ടൈം കിട്ടും ആൾക്കാർ കാണും തോറും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ ഒരാഴ്ചയിലാണ് സങ്കല്പിക്കുന്നതെങ്കിൽ ഒരാഴ്ചയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസമായിരിക്കാം ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവസരം കിട്ടുക. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്ലോഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് ഒരിക്കലും നിങ്ങൾ നിർത്താൻ പാടില്ല. കാരണം അപ്ലോഡ് നടന്നില്ല എങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ ആ ഒരു ഗ്രോത്തിങ് ലെവല് വളരെ താഴോട്ട് പോകും. യൂട്യൂബ് ഒരിക്കലും പിന്നെ ഈ ഒരു ചാനലിനെ സെർച്ചിങ്ങിലോട്ട് കൊണ്ടുപോകില്ല. അപ്പോൾ ഈ കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, യൂട്യൂബിൽ നിങ്ങൾ പൈസ ആഗ്രഹിച്ചു കൊണ്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ പാടെ നിർത്തിപ്പോയിക്കോ. നിങ്ങൾ വന്നിട്ടൊരു കാര്യം ഉണ്ടാവില്ല. കാരണം അത്തരത്തിലുള്ള ഒരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ താരതമ്യേന തുടക്കക്കാർ ചാനലുകൾ നിർത്താനുള്ള ഏറ്റവും വലിയൊരു കാരണം ഇത് തന്നെയാണ്. കാരണം തുടക്കത്തിൽ നിങ്ങൾക്ക് വ്യൂസ് വളരെ കുറവായതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം യൂട്യൂബിൽ വീഡിയോ ചെയ്യുക, റീച്ച് ആവുക, അതിലൂടെ ഒരുപാട് പണം സമ്പാദിക്കുക, അത്തരത്തിലുള്ളൊരു പ്രവണത കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങരുത്. എൻ്റെ റിക്വസ്റ്റ് ആണ്. കാരണം നിങ്ങൾ ഒരിക്കലും വിജയത്തിലെത്താൻ പോകുന്നില്ല. നിങ്ങൾ പാതി വഴിയിൽ വെച്ച് നിങ്ങൾ നിർത്തേണ്ടി വരും യൂട്യൂബ് ചാനൽ, അത് തീർച്ച. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ വീഡിയോസ്, ആ ഒരു സംഭവം നമ്മുടെ ഒരു സൈഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പാഷനായിട്ട് നമ്മൾ കൊണ്ടുപോവുക. നമ്മൾ ദിവസം ചെയ്യുന്ന ഒരു കാര്യം പോലെ ആ ഒരു സംഭവത്തിനെയും കൊണ്ടുപോവുക. നമ്മളിപ്പോൾ പുസ്തകം വായിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പാട്ട് പാടുന്നു, അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു ഒരു വീഡിയോ. ആ ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ യൂട്യൂബിനെ നമ്മൾ കൊണ്ടുപോവുക. ഒരിക്കലും പൈസ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലോട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾ വീഡിയോ ചെയ്ത് റീച്ച് ആവും തോറും നിങ്ങൾ ഈ പറഞ്ഞ പൈസയൊക്കെ താനെ വന്നോളൂ, ഒരു കുഴപ്പമില്ല. ആദ്യം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയും നമ്മളെ ചാനലിനെ
യൂട്യൂബ് പറയുന്ന ക്രൈറ്റീരിയയിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യമാണ്. റീച്ചും അല്ലെങ്കിൽ അതോടൊപ്പമുള്ള കാര്യങ്ങളൊക്കെ പിന്നെയാണ്. ആദ്യം യൂട്യൂബ് പറയുന്ന 1K സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ 4000 വാച്ച് ടൈമോ ആയെങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ തന്നെ നമുക്ക് എനേബിൾഡ് ആവുള്ളൂ. അതിനുശേഷമുള്ള കാര്യമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. എന്നാൽ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം തുടക്കക്കാർ എപ്പോഴും ആഗ്രഹിക്കുന്നത് പൈസയും മോഹിച്ചുകൊണ്ടാണ് യൂട്യൂബിൽ വരുന്നത്. ഇത്തരത്തിലുള്ള പ്രവണത നിങ്ങൾ പാടെ മാറ്റുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, യൂട്യൂബിലോട്ട് നമ്മൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും ചെയ്യുന്നത് ഒരുപാട് പൈസ മുടക്കി, അതായത് ഒരുപാട് പൈസ മുടക്കി പരസ്പരം അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുക്കുന്നോ അല്ലെങ്കിൽ പറ്റുന്ന സ്ഥലത്തു നിന്നൊക്കെ പൈസ മുടക്കി കടമായി ക്യാമറ വാങ്ങുക, നല്ല ക്വാളിറ്റിയുള്ള മൊബൈൽ വാങ്ങുക, മറ്റ് എഡിറ്റിംഗ് സംബന്ധമായിട്ടുള്ള ഒരുപാട് വലിയ വലിയ ആപ്ലിക്കേഷൻസ് പർച്ചേസ് ചെയ്ത് ഒരുപാട് കടത്തിലാകുന്ന ഒരവസ്ഥ. നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരുപാട് എക്യുപ്മെൻറ്റ്സ് വാങ്ങി നിങ്ങൾ പൈസ ചിലവാക്കരുത്. നിങ്ങളുടെ കയ്യിലുള്ള അത്യാവശ്യം റേഞ്ചിലുള്ള ഒരു ഫോൺ തന്നെ മതി, നിങ്ങൾക്ക് ധാരാളമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് റീച്ച്, ഒരുപാട് വലിയ വലിയ ക്യാമറകൾ ഉണ്ടായതുകൊണ്ടോ കാര്യങ്ങളുണ്ടായതുകൊണ്ടോ നിങ്ങളുടെ ചാനൽ റീച്ച് ആവണം എന്നില്ല. അത്തരത്തിൽ ഒരുപാട് പൈസ ഉപയോഗിച്ച് കടം വാങ്ങി ചാനൽ നിർത്തിപ്പോയ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ നല്ല നല്ല കണ്ടൻസ് ചെയ്യുക, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കണ്ടൻറ്റ് ചെയ്യുക. ആ കണ്ടന്റിനോടൊപ്പം തന്നെ വീഡിയോൻ്റെ കാര്യം അല്ലെങ്കിൽ വീഡിയോൻ്റെ ക്വാളിറ്റി ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അങ്ങനെ വീഡിയോ ഒരു വിഷയമല്ല എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങളൊരു ചാനൽ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ചാനൽ റീച്ചായി അല്ലെങ്കിൽ ഏതെങ്കിലും ലെവലിലെത്തി നിങ്ങൾക്കൊരു റവന്യൂ ഒക്കെ കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ കുറച്ചും കൂടെ അല്ലെങ്കിൽ വീഡിയോസ് കുറച്ചും കൂടെ ക്വാളിഫൈഡ് ആക്കണം എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് ബഡ്ജറ്റ് ചിലവാക്കാം. അല്ലാതെ നിങ്ങൾ തുടക്കം തന്നെ ഒരുപാട് ബഡ്ജറ്റ് ചിലവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും നേരിടേണ്ടി വരുന്നത് വലിയ നിരാശയായിരിക്കാം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വീഡിയോൻ്റെ തംബ്നെയിൽ തന്നെയാണ്. പല ആൾക്കാർക്കും തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാട്ടിക്കൂട്ടി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ തംബ്നെയിൽ എന്ന് പറയുന്ന സംഭവം നമുക്ക് വളരെ എന്താ പറയുക വേണ്ടപ്പെട്ട ഒരു സംഭവമാണ്. തംബ്നെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരാളുടെ വീഡിയോ കാണുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കുന്നത് നമ്മുടെ തംബ്നെയിലാണ്. അപ്പോൾ നമ്മൾ തംബ്നെയിൽ കുറേ കൂടെ നമ്മൾ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കണം. തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ നല്ല ആപ്ലിക്കേഷൻസ് ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തി ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നല്ല രീതിക്കുള്ള ഒരു തംബ്നെയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അവർ ക്ലിക്ക് ചെയ്യുന്ന തരത്തിലായിരിക്കണം നിങ്ങൾ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമുക്കൊരു ക്യൂരിയോസിറ്റി തോന്നണം കാണുമ്പോൾ തന്നെ, അല്ലാതെ വലിച്ചു വാരി ചെറിയ ചെറിയ കാര്യങ്ങൾ ഇട്ടതിനെ കൊണ്ട് കാര്യമില്ല. പിന്നെ പ്രധാനപ്പെട്ട കാര്യം വെറൈറ്റി വീഡിയോസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. യൂട്യൂബിൽ തന്നെ ഒരുപാട് കണ്ട് മടുത്തിട്ടുള്ള പല വീഡിയോസും അല്ലാതെ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയാസ് നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് തന്നെ കയറിപ്പോവാൻ വലിയൊരു എന്താ പറയുക ഒരു സഹായം തന്നെയാകും അത്. ഒന്നാമത്തെ കാര്യം ഈ ബാനർ ഞാൻ പറഞ്ഞ ഈ തംബ്നെയിൽ തന്നെയാണ്. തംബ്നെയിൽ എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് BGM കയറ്റിയിട്ട് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് BGM ഇട്ടതുകൊണ്ടോ അല്ലെങ്കിൽ വീഡിയോൻ്റെ ക്ലാരിറ്റി കൂട്ടിയത് കൊണ്ടോ മാത്രം നിങ്ങളുടെ ചാനൽ റീച്ചായിട്ട് പോവില്ല. തംബ്നെയിൽ അതുപോലെ തന്നെ മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പരമാവധി ഇംഗ്ലീഷിൽ തന്നെ ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പല ആൾക്കാരും മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുമ്പോൾ എന്താവെന്ന് പറഞ്ഞാൽ താരതമ്യേന സെർച്ചിങ് ലിസ്റ്റിൽ നിന്ന് താഴോട്ട് പോകും. ഇംഗ്ലീഷിലാകുന്ന സമയത്ത് ഒരുപാട് സെർച്ചിങ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് സെർച്ചിങ്ങിൽ വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഇപ്പം നമുക്ക് അറിയാത്ത വേർഡുകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് വെച്ച് അതിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തന്നെ ടൈപ്പ് ചെയ്ത് അത് ചെയ്യാവുന്നതാണ്. മലയാളം ടൈപ്പിങ്ങിന് ഞാനും ചെയ്യാറുണ്ട്. പക്ഷെ താരതമ്യേന മലയാളത്തിൽ സെർച്ച് വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു 2 കാര്യം നമ്മൾ തുടക്കക്കാർ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തംബ്നെയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല രീതിക്കുള്ള ടൈറ്റിൽ നല്ല ഭംഗികരമായിട്ടുള്ള നല്ല രീതിക്കുള്ള ടൈറ്റിൽ തന്നെ നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യൂട്യൂബിൻ്റെ 2 സ്ട്രൈക്കുകളെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കും അതുപോലെ തന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്കും. കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയെ അധിക്ഷേപിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ ഏതെങ്കിലും രീതിയിലുള്ള തീയോ അതുപോലുള്ള വസ്തുക്കളോ അങ്ങനെയുള്ള സാഹസികത ആയുധങ്ങളോ ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങൾ ആനിമലിനെ ഉപയോഗിച്ച് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലഡോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉള്ളൊരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് തരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒന്നും ഇല്ലാതെ നല്ല രീതിക്കുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ 3 സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ തന്നെ ടെർമിനേറ്റ് ചെയ്ത് പോകാനുള്ള കാരണമാവും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് മറ്റൊരു ചാനൽ തുടങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർ ഏത് സിസ്റ്റത്തിലാണ് നിങ്ങൾ ചെയ്തത് ആ സിസ്റ്റത്തിൽ വരെ നിങ്ങൾക്ക് പിന്നീട് തുടങ്ങാൻ പറ്റില്ല.
അപ്പം രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോപ്പിറൈറ്റ് സ്ട്രൈക്കാണ്. കോപ്പിറൈറ്റ് ഈ ഒരു സംഭവമാണ് നമുക്ക് എല്ലാവർക്കും, അതായത് തുടക്കക്കാരെ സംബന്ധിച്ച് എല്ലാവരും ശ്രദ്ധിക്കേണ്ട മസ്റ്റായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചാനൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ഒരുപാട് BGM ആയിരിക്കാം. BGM പല സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ പല സൈറ്റുകളിൽ നിന്ന് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടുള്ള BGM കംപ്ലീറ്റ് വാരി വലിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. യൂട്യൂബ് ചെയ്യുന്നത് എന്താണ്, നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടും. ഇത്തരത്തിലുള്ള സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങളുടെ ചാനൽ ഇങ്ങനെ പോയി നല്ല രീതിക്കുള്ള റീച്ചൊക്കെ കിട്ടി, പറഞ്ഞ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി. പക്ഷേ എന്താ സംഭവിക്കുക, നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല, യൂട്യൂബിൽ നിന്ന് ഒരു റവന്യൂ പോലും കിട്ടില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്ത് നിങ്ങൾ നേടി അല്ലെങ്കിൽ റീച്ചിലെത്തിയിട്ട് നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ യാതൊരു പ്രയോജനവും ഇല്ലാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്ക് പൊട്ടുന്ന അവസ്ഥയാണ്. അത് ആർക്കായാലും ശരി. അപ്പോൾ അത്തരത്തിലുള്ളൊരവസ്ഥ നിങ്ങൾക്ക് ഇല്ലാതിരിക്കണമെങ്കിൽ ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്കും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കും നിങ്ങൾ വളരെ മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റൂ. കഴിയുന്നതും നമ്മൾ BGM തന്നെ ഒഴിവാക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക്. പല ആൾക്കാരുടെ ചാനലും ഞാൻ കാണാറുണ്ട്, BGM ഒന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ വോയിസ് ക്ലാരിറ്റി, നമ്മൾ പറയുന്ന വോയിസ് ക്ലാരിറ്റി നല്ല രീതിക്ക് മറ്റുള്ള ആൾക്കാർക്ക് മനസ്സിലാവണം. പല തുടക്കക്കാരെ യൂട്യൂബർമാരുടെ ചാനൽ കണ്ടാൽ നമുക്കറിയാം, അവർ പറയുന്ന ഒന്നും നമ്മൾ കേൾക്കൂല, BGM ആയിരിക്കും കേൾക്കുന്നുണ്ടാവുക. അത് കാണുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡിസ്റ്റർബൻസ് ആണ്. നമ്മൾ സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ ചെറിയ രീതിയിലുള്ള BGM കൊടുക്കുക. അതൊരു രസമാണ്, കേൾക്കുമ്പോൾ നമുക്കൊരു ലാഗ് അടിപ്പിക്കില്ല. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ നോയ്സൊക്കെ ഉണ്ടെങ്കിൽ ഈ BGM കൊണ്ട് നമുക്കത് ഒഴിവായി കിട്ടും. അപ്പം BGMൻ്റെ സൗണ്ട്, നിങ്ങൾ ഉപയോഗിക്കുന്ന മ്യൂസിക്കിൻ്റെ സൗണ്ട് ലിമിറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ വളരെ മസ്റ്റായി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ മ്യൂസിക്സ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റുള്ള വെബ്സൈറ്റുകളിലൊന്നും കയറി എടുക്കരുത്. യൂട്യൂബിൻ്റെ തന്നെ ലൈബ്രറി ഉണ്ട്. യൂട്യൂബ് ലൈബ്രറിയിൽ മാത്രമേ നിങ്ങൾ കയറിയിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഡൗൺലോഡ് ചെയ്യാൻ പാടുള്ളൂ. ഇത്തരത്തിൽ മ്യൂസിക്സ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ വീഡിയോയുടെ താഴെ അത് നിങ്ങൾ കൊടുത്തിരിക്കണം. അതിൻ്റെ ലിങ്ക് നിങ്ങൾ വീഡിയോയുടെ താഴെ നിങ്ങൾ കൊടുത്തിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഭംഗികരമായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ പോലെ തംബ്നെയിൽ, അതുപോലെ തന്നെ ടൈറ്റിൽ, പിന്നെ നമ്മുടെ കണ്ടൻറ്റ് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ലോങ് വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. യൂട്യൂബിൻ്റെ ഒരു കണ്ടീഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഒരു ദിവസം തന്നെ 2 വീഡിയോസെങ്കിലും പോസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. തുടക്കക്കാർക്ക് ഭൂരിപക്ഷ ആൾക്കാർക്കും ചാനൽ നിർത്തേണ്ടി വരുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കാര്യം കൊണ്ടാണ്, നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ തംബ്നെയിൽ കൃത്യമാക്കി ചെയ്യുക, നല്ല രീതിയിലുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള തംബ്നെയിൽ, അതുപോലെ തന്നെ ടൈറ്റിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ സെർച്ചിങ്ങിൽ വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങൾ ടൈറ്റിൽ കൊടുക്കാൻ. ജനങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി തോന്നണം. അത്തരത്തിലാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ചാനൽ 100% കയറിപ്പോവും. നിങ്ങൾക്ക് പെട്ടെന്ന് വാച്ച് അവർ കംപ്ലീറ്റ് ആകും. അതുപോലെ തന്നെ 1K സബ്സ്ക്രൈബേഴ്സും തുടരെ നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള ചാനലിൽ നല്ല റീച്ചും പോവും. നല്ല രീതിക്കുള്ളൊരു റീച്ച് നിങ്ങൾക്ക് ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ മസ്റ്റായിട്ട് സൂക്ഷിക്കണം. പൈസ ആഗ്രഹിച്ചു കൊണ്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് വിചാരിച്ച രീതിയിലുള്ള വ്യൂസ് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. അത്തരത്തിൽ വ്യൂസ് കിട്ടാതിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റീച്ച് ആവില്ല എന്നുള്ളൊരു ചിന്താഗതി നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങൾ പൈസയാണ് ആഗ്രഹിച്ച് വന്ന ഒരാൾക്കാർക്ക് ഒരിക്കലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നിങ്ങളൊരു പാഷനായിട്ട് നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിനെ കാണുക. സ്ഥിരം നിങ്ങൾ ചെയ്യുന്ന ഒരു വർക്കൗട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾ കൃത്യമായ രീതിയിൽ ഈ ഒരു ചാനലിനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. ഇത്തരത്തിലാണ് നിങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തുടക്കക്കാരാണ്. തുടക്കക്കാർ ഈ പറഞ്ഞ കാര്യങ്ങൾ, തംബ്നെയിൽ, അതുപോലെ തന്നെ ടൈറ്റിൽ, വീഡിയോൻ്റെ വോയിസ് ക്ലാരിറ്റി, അതുപോലെ തന്നെ വീഡിയോ ക്ലാരിറ്റി, നിങ്ങൾ ചെയ്യുന്ന കണ്ടൻറ്റ് ഏതാണ് അത്, അത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ പക്കയായിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനുപരി നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് സാധിക്കും. മോണിറ്റൈസും ആവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റും. എന്നാൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഈ പൈസയുടെ വിചാരം കൊണ്ടാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ഡ്രോപ്പ് ചെയ്തോ. കാരണം ഒരു തരത്തിലും നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഒരു കാര്യമേ ഉള്ളൂ. മറ്റുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം പല തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മൾ ഇത്ര പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന പോലെ സബ്സ്ക്രൈബേഴ്സിനെ ആക്കിത്തരാം, അല്ലെങ്കിൽ ഇത്ര പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര വ്യൂസിനെ ആക്കിത്തരാം. ഒരിക്കലും നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ യൂട്യൂബിൽ ചെയ്യരുതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് ജെന്യുവനായിട്ട് നമുക്ക് നിൽക്കുന്ന ഫോളോവേഴ്സോ അല്ലെങ്കിൽ നമുക്ക് നിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സോ അല്ല.
നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചാനൽ പല ആൾക്കാരും ഇപ്പോൾ തുടക്കക്കാരൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഫേസ്ബുക്കിലൊക്കെ മറ്റുള്ള ആൾക്കാർക്ക് ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ വീഡിയോസ് നിർബന്ധിച്ച് കാണിപ്പിക്കുന്ന ഒരവസ്ഥ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വീഡിയോസ് നിർബന്ധിച്ച് നിങ്ങൾ കാണിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഒരു നേട്ടവും നിങ്ങൾക്ക് കിട്ടില്ല. അതിനൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമില്ല. കാരണം അങ്ങനെ വരുന്ന സബ്സ്ക്രൈബേഴ്സ് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാൻ വളരെ വലിയ സമയമൊന്നും വേണ്ട, അവർ സിമ്പിളായിട്ട് പോകും. കാരണം നിങ്ങൾ നിർബന്ധിച്ചാണ് അവരെ വീഡിയോ കാണിക്കുന്നത്. തുടക്കത്തിൽ നിങ്ങൾക്ക് ആവാം, നിങ്ങൾക്ക് അത്യാവശ്യമൊക്കെ അങ്ങനെയൊക്കെ ഷെയർ ചെയ്യാം. പക്ഷേ അത്യാവശ്യം കഴിയും തോറും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ വീഡിയോസിൻ്റെ റീച്ച് അല്ലെങ്കിൽ വീഡിയോസ് നല്ല രീതിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാന്നുള്ളൊരു ലക്ഷ്യമേ ഉള്ളൂ. നിങ്ങളുടെ വീഡിയോ കണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സ് വരണം. അല്ലാത്ത പക്ഷം നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിയിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങളുടെ വീഡിയോസ്, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരായിരിക്കണം. നിങ്ങളുടെ വീഡിയോസ് കാണാത്ത ഒരാളെ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റില്ല. അവരെ നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിൽ ഒരു റബ്ബർ സ്റ്റാമ്പാക്കി അങ്ങനെ ഇരുത്താനേ പറ്റൂ. അവരെ കൊണ്ട് ഒരു കാര്യമില്ല. അത്തരത്തിലുള്ള ആളൊക്കെ അൺസബ് ചെയ്ത് പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കുക. വീഡിയോസിലുള്ള ക്വാളിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ കണ്ടൻറ്റ്, നമ്മൾ സംസാരിക്കുന്ന ശൈലി, നമ്മൾ വീഡിയോസ് മറ്റുള്ള ആൾക്കാർക്ക് എത്രത്തോളം രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നു, ടൈറ്റിൽ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ചാനലിൻ്റെ ഗ്രോത്തിങ് കൂട്ടിയെടുക്കുക എന്നതേ ഉള്ളൂ. പൈസ കൊടുത്തുകൊണ്ട് നിങ്ങൾ എളുപ്പത്തിൽ എന്തെങ്കിലും ചെയ്തേക്കാന്നുള്ള ഒരു വിചാരം ഉണ്ടെങ്കിൽ അത് പാടെ മാറ്റിക്കോ എന്നുള്ള കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട തുടക്കക്കാർക്കുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ലീവുള്ള ദിവസങ്ങളിൽ, അതായത് അവധി ദിവസങ്ങളിൽ, ഇപ്പോൾ പൊതുവായിട്ടുള്ള അവധിയൊക്കെ വരുന്ന ദിവസങ്ങളുണ്ടാവും. ഇപ്പോൾ സൺഡേ, അതുപോലെ തന്നെ സെക്കൻഡ് സാറ്റർഡേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹർത്താൽ, ഇതൊക്കെ വന്നാൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. കാരണം ആ ദിവസങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. കാരണം ആ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ ലീവായതുകൊണ്ട് തന്നെ എല്ലാവരും മൊബൈലിൽ നോക്കിയിരിപ്പുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ചാനൽ ശ്രദ്ധിക്കാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ ലീവുള്ള ദിവസങ്ങൾ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. മസ്റ്റായിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് ഒരു കൃത്യസമയം നിങ്ങൾ കണ്ടെത്തുക. അതായത് ഈവനിങ് സമയത്ത്, ഈവനിങ് ഒരു 5 മണി, 5:30, 6 മണിയൊക്കെ ആകുമ്പോഴാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് റീച്ചിന് നല്ല രീതിക്ക് സഹായിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു സമയമാകുമ്പോൾ ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് ആൾക്കാർ ഫ്രീ ആവുന്ന ഒരു സമയമാണത്. നിങ്ങൾ അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് ഒരു 6 മണിയാകുമ്പോഴൊക്കെ പോസ്റ്റ് ആവുന്ന രീതിയിൽ നിങ്ങൾ വീഡിയോസ് ചിത്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോർമലി ഉള്ള വ്യൂസിനേക്കാളും നല്ല രീതിക്ക് ചാനൽ ഉയരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആ ഒരു സമയം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ആ സമയം ആകുമ്പോൾ ഇപ്പോൾ കോളേജുകളായാലും സ്കൂളുകളായാലും എല്ലാം കഴിഞ്ഞ് ആൾക്കാർ മൊബൈലിലോട്ട് ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ലീവുള്ള ദിവസം, അവധി ദിവസം, അതിപ്പോൾ ഹർത്താൽ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, സെക്കൻഡ് സാറ്റർഡേ ഹർത്താൽ, അല്ലെങ്കിൽ ശനി ഞായർ, ഇത്തരത്തിലുള്ള സമയങ്ങളിലൊന്നും നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. ഈ ഒരു സംഭവം നിങ്ങളുടെ റീച്ചിനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണിത്. അതുപോലെ തന്നെ തുടക്കക്കാരായിട്ടുള്ള കുട്ടികളോടാണ്, കുട്ടികളൊന്നും ഒരു തരത്തിലുള്ള സാഹസികതയും നിങ്ങൾ യൂട്യൂബിൽ കാണിക്കരുത്. വൈറലാവാൻ വേണ്ടി അല്ലെങ്കിൽ വ്യൂസിനെ കൂട്ടാൻ വേണ്ടി ഒരു തരത്തിലുള്ള സാഹസികതയും നിങ്ങൾ കാണിക്കരുത്. നിങ്ങൾക്കുള്ള കഴിവെന്താണ്, നിങ്ങളുടെ കഴിവിനെയാണ് ആവശ്യം. നിങ്ങൾക്കുള്ള കഴിവെന്താണ് അത് നിങ്ങൾ കാഴ്ചവെക്കുക. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ചാനൽ ഗ്രോത്ത് ആവുന്നത് നമുക്ക് കാണാം. ഒരു തരത്തിലുള്ള സാഹസികത വീഡിയോസ് കാണിച്ചുകൊണ്ട് റീച്ചാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അത് നിങ്ങളുടെ ജീവിതത്തിന് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവന് തന്നെ വലിയൊരു ഭീഷണിയായിട്ട് വരും. ഈ കാണുന്ന വ്യൂസ് വരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സോ ആരും തന്നെ നിങ്ങളെ വന്ന് സഹായിക്കാനോ പിടിക്കാനോ ഒന്നും നിൽക്കില്ല. എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ പാരൻറ്റോ അല്ലെങ്കിൽ നിങ്ങളോ ആ ചിലവ് വഹിക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും സൂക്ഷിക്കുക. പല ആൾക്കാരും കണ്ടിട്ടുണ്ട്, വാഹനത്തിൽ പോകുന്ന സമയത്ത് കൈവിട്ടുകൊണ്ട് വീഡിയോ എടുക്കുക, പലതരത്തിലുള്ള സാഹസിക പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കുക. അതിൻ്റെ ഒന്നും ഒരാവശ്യവും സത്യം പറഞ്ഞാൽ യൂട്യൂബിലില്ല. അത്തരത്തിലുള്ള തെണ്ടികളോട് സത്യം പറഞ്ഞാൽ ഇറങ്ങി പോകുന്ന പറയണ്ടേ, നിർത്തി പോടാന്ന് പറയണം. സത്യം പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ കഴിവിനെ, നിങ്ങൾ പാട്ട് പാടാൻ കഴിവുള്ള ആളാണോ, നിങ്ങൾ പാട്ട് പാടുക. നിങ്ങൾ ട്രാവലിംഗ് ചെയ്യാൻ കഴിവുള്ള ആളാണോ, നിങ്ങൾ ട്രാവൽ ചെയ്യുക, ആ വീഡിയോ ചിത്രീകരിക്കുക. എന്താണോ നിങ്ങളുടെ കഴിവ്, ആ കഴിവിനെ പുറത്തോട്ട് കൊണ്ടുവരാനുള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ് നമ്മൾ യൂട്യൂബ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ചെയ്യുന്ന കഴിവുകളെ വരുമാനത്തോടൊപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ റീച്ചിനോടൊപ്പം നിങ്ങളും ഇതുപോലെ ഈ ഒരു സ്ഥലത്ത്, നമ്മൾ ഈ ഒരു സ്ഥലത്ത് ജീവിച്ചിരുന്നു എന്നുള്ളതിന് ഒരു തെളിവും കൂടെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾ തുടക്കക്കാരൊരിക്കലും മിസ് ചെയ്യരുത്. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് നിങ്ങൾ വീഡിയോസ് കൃത്യമായി ചെയ്യുക. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ തംബ്നെയിൽ ഏറ്റവും മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. തംബ്നെയിൽ നല്ല രീതിക്ക് ജനങ്ങളെ ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള തംബ്നെയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക.
അതിനോടനുബന്ധിച്ചിട്ട് നല്ല രീതിയിൽ സെർച്ചിങ്ങിൽ വരാൻ പാകത്തിനുള്ള ടൈറ്റിലുകൾ മസ്റ്റായിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൃത്യമായി ശ്രമിക്കുക. അത് നല്ല രീതിക്ക് കൂടും. അതുപോലെ തന്നെ നമ്മൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് പറഞ്ഞു, ഒരിക്കലും മറ്റുള്ള വീഡിയോ പകർത്തി അപ്ലോഡ് ചെയ്യാൻ പാടില്ല. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൃത്യമായി വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക്, ഇതൊക്കെ തുടക്കക്കാർ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കുക. നിങ്ങളുടെ വീഡിയോസിന് നല്ല രീതിക്കുള്ള സൗണ്ട് ക്ലാരിറ്റിയും അത്യാവശ്യം രീതിയിലുള്ള നല്ല വീഡിയോ ക്ലാരിറ്റിയൊക്കെ വരുത്തിക്കൊണ്ട് നിങ്ങൾ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ള ആൾക്കാരുടെ പ്രകോപനമൊന്നും വേണ്ട. നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഐഡിയാസിൽ നിങ്ങൾ ചാനൽ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരിക. നല്ല ക്ഷമ വേണം നിങ്ങൾക്ക്. നല്ല ക്ഷമിച്ച് നിന്ന് പറ്റുന്ന രീതിയിലും നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിലും നിങ്ങൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ചാനലും ഒരു ദിവസം തീർച്ചയായിട്ടും റീച്ച് ആവും. അതോടൊപ്പം ആ റീച്ചിങ്ങിലൂടെ തന്നെ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ ഈ ചാനലിലൂടെ തന്നെ പറ്റും. അപ്പോൾ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നിങ്ങളുടെ ചാനലുകൾ എത്രയും പെട്ടെന്ന് റീച്ചായിട്ട് വരട്ടെ. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിൽക്കുക. അപ്പോൾ തുടക്കത്തിലുള്ള എല്ലാവർക്കും തന്നെ എൻ്റെ ഒരു ആശംസകൾ നേരുന്നു. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങളുടെ ചാനലൊക്കെ മോണിറ്റൈസേഷൻ ചെയ്ത് ഏറ്റവും ഭംഗികരമായിട്ട് നിങ്ങളുടെ ജീവിതങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.